അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനേറ്റ യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണ ആലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവീശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരേ, പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗ വീണെടുക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദങ്ങൾ ഞങ്ങൾ അറിയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞങ്ങൾ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരണമേ. ആമേൻ. ആശ്വാസം നേടാം ഹൃത്തിനുള്ളിൽ
ഉള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയത് അങ്ങ് സ്നേഹമാണ് എന്നാണല്ലോ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ് എന്ന് അവിടുന്ന് രേഖപ്പെടുത്തി വച്ചല്ലോ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് അങ്ങ് കൽപ്പിക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ഞങ്ങൾ ഒന്നായിത്തീരുന്നതിന്, അങ്ങിൽ വിലയം പ്രാപിക്കുന്നതിന് ഇടവരുത്തണമേ. പ്രിയപ്പെട്ട ഈശോയെ, ജീവിതത്തിൽ അങ്ങ് കാണിച്ചു തന്ന ആ മാതൃക പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിലൂടെ അങ്ങിൽ ഒന്നായിത്തീരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ഒരു നിയോഗം തിരുപ്പുത്രൻ്റെ തിരുസന്നതിയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുപ്പുത്രനിലൂടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒന്നായിത്തീരുവാൻ ഞങ്ങൾക്കിടവരുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക. പലപ്പോഴും ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ ഒത്തിരി ആളുകളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആളുകൾ തെറ്റായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ഈ മീഡിയയിലൂടെ തന്നെ എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു, ഈശോ ഇത്രയേറെ പാടുപീഡകൾ അനുഭവിച്ച് കുരിശിൽ തൂങ്ങി മരിക്കുക എന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നോ? അങ്ങനെ പിതാവിൻ്റെ ഹിതമായിരുന്നു എന്നുള്ളവരൊന്ന് കൈപൊക്കിക്കുക എന്ന് പറഞ്ഞപ്പോൾ വളരെ വിരളമായിട്ട് 1, 2, 3 പേര് മാത്രം കൈ ഉയർത്താത്തതുള്ളൂ. ബാക്കി ആളുകൾ മുഴുവനും കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അതെ, അത് പിതാവിൻ്റെ ഹിതമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണ് എങ്കിൽ ഈ പിതാവ് സ്നേഹം തന്നെയാണ് എന്ന് യോഹന്നാന്റെ ലേഖനത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിരൂപമാണ് എന്നൊക്കെ പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ അത് പൊള്ളവാക്കല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പിതാവ് അത്ര അധികമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകാൻ തിരുമനസ്സായത് എന്ന് യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ സ്നേഹിക്കുന്ന പിതാവാണ് ഏകജാതനായ യേശുവിനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചത് എങ്കിൽ ആ ഏകജാതനെ എത്രമാത്രമാണ് അവൻ സ്നേഹിച്ചത് എന്നറിയുക. തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തുന്ന ഒരു ചോദ്യമായത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ധ്യാനം കൂടാൻ വന്നിരുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, അമ്മച്ചിമാരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു അപകടം സംഭവിച്ചാൽ, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ, ആ കുഞ്ഞിനേക്കാൾ അധികമായിട്ട് വേദനിക്കുന്നത് അമ്മമാരും അപ്പന്മാരുമല്ലേ? അവർ ചിന്തിക്കാൻ തുടങ്ങി. ശരിയാ, കുഞ്ഞിന് ശാരീരികമായിട്ടുള്ള വേദന മാത്രമേ ഉള്ളൂ. പക്ഷെ മാരകമായ ഒരു രോഗമാണ്, അല്ലെങ്കിൽ മാരകമായ ഒരു മുറിവാണ് ശരീരത്തിലുണ്ടായിട്ടുള്ളത് എങ്കിൽ ആ അമ്മയുടെ ഹൃദയം, അല്ലെങ്കിൽ ആ അപ്പൻ്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാ. ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്നേഹം തന്നെയായ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ സ്നേഹനിധിയായ പുത്രനായ യേശു ക്രിസ്തുവിനെ എത്രയധികമായി സ്നേഹിക്കുന്നുണ്ടായിരിക്കുകയില്ല. അങ്ങനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് 2 കാരണങ്ങൾ കൂടിയുണ്ട്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതം പരിപൂർണമായിട്ട് നിർവഹിച്ചതിൻ്റെ സാക്ഷ്യമായിട്ട് 2 പ്രാവശ്യം പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജോർദാൻ നദിയിൽ വെച്ച് മാമോദിസ സ്വീകരിക്കുന്ന അവസരത്തിലും താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുന്ന അവസരത്തിലും ദൈവപിതാവിൻ്റെ സ്വരം, ഒരു അശരീരി സ്വരം കേൾക്കുന്നുണ്ട്. തൻ്റെ പ്രിയപുത്രനോട് പറയുന്നതാ. കേട്ടുകൊണ്ടിരിക്കുന്ന യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാം സാക്ഷ്യം തെളിവാണ്. അവരെല്ലാം കേൾക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പിതാവ് പറയുന്നത് യേശുവിനെ കുറിച്ചാണ് എങ്കിൽ യേശു ചെയ്ത സർവപ്രവൃത്തികളും അവൻ്റെ എല്ലാ ശുശ്രൂഷകളും ദൈവപിതാവിനെ അത്രയേറെ സന്തോഷിപ്പിച്ചത് കൊണ്ടാണ് പിതാവ് തന്നെ പറയുന്നത് നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന്. അപ്പോൾ അത്രമാത്രം സംപ്രീതനാക്കി ഈ പുത്രൻ എങ്കിൽ അവനിങ്ങനെ കുരിശിൽ കിടന്ന് പെടഞ്ഞ് അതിദയനീയമായ രീതിയിൽ വേദനിക്കുന്നത് കാണുമ്പോൾ ഈ പിതാവ് അത് കണ്ട് രസിക്കും. അല്ലെങ്കിൽ അതായിരുന്നു പിതാവിൻ്റെ ഹിതം സ്വന്തം പുത്രനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അതൊരു വിപരീത ചിന്തയാ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുക. വിരോധാഭാസമായിട്ടാണ് തോന്നുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിനൊരിക്കലും അങ്ങനെ തൻ്റെ ഏകജാതനായ യേശുക്രിസ്തു കുരിശിൽ കടന്ന് പെടഞ്ഞ് മരിക്കുന്നത് കാണാൻ സഹിക്കില്ല. കാരണം പിതാവ് സ്നേഹം തന്നെയാണ്. ഞാൻ ഒരിക്കൽ ഒരിടത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റേഴ്സിനുള്ള ധ്യാനമായിരുന്നു. ധ്യാനം കഴിഞ്ഞ് ഞാൻ പോരാൻ തുടങ്ങുമ്പോൾ അന്ന് രാവിലെ മദർ സുപ്പീരിയർ എന്നോട് ചോദിച്ചു, അച്ഛാ, ഇവിടെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് ഇന്ന് ധ്യാനം ആരംഭിക്കുകയാണ്, അതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് അച്ഛൻ കുട്ടികൾക്കൊരു ടോക്ക് കൊടുക്കാമോ? ക്രിസ്ത്യൻ കുട്ടികളാണ് എന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ രാവിലെ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കാണുന്നത് ഫ്രണ്ടിൽ കുറേയേറെ കൊച്ചു കുട്ടികളായിരിക്കുന്നത്. 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കുറേ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് വലിയ സങ്കടമായി. കാരണം അതുവരെ ഞാൻ ഈ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്. അതൊക്കെ ഈ സിസ്റ്റേഴ്സിനും പെണ്ണുങ്ങൾക്കൊക്കെ സാധിക്കുന്ന കാര്യങ്ങളല്ലേ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇവരെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, എനിക്കറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ആകലപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അറിഞ്ഞുകൂടല്ലോ ഈ കുഞ്ഞുങ്ങളോട് പറയാനായിട്ട്. ഞാൻ ഏറ്റുപോയി, ഞാൻ പ്രസംഗിക്കാമെന്ന് സമ്മതിച്ചു പോയി. ഇനി ഞാൻ എന്താ ചെയ്യുക? ആകെ വിഷണ്ണനായി ഞാനിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത തന്നു, നീ അവരോട് തന്നെ ചോദിക്കുക. പെട്ടെന്ന് ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എങ്ങനെയാ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത്? അതിശയിക്കുന്ന വിധത്തിൽ
ഒരു 10 വയസ്സുകാരൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എങ്ങനെയാണോ പിതാവ് ഈശോയെ സ്നേഹിച്ചത് അതുപോലെ തന്നെയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഉത്തരം കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. ഇങ്ങനെ ധരിച്ചു നിൽക്കുന്ന എൻ്റെ നേരെ ഈ കുഞ്ഞുങ്ങൾ അല്പനേരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, ഒരു വചനം കടന്നു വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനമായിരുന്നു അത്. അതിപ്രകാരം പറയുകയാണ്, അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. ഈശോ പറയുന്ന വചനമാണ്, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഇവരെയും സ്നേഹിച്ചു എന്ന് ലോകമറിയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ എങ്ങനെയാണോ പിതാവ് സ്നേഹിച്ചത് അതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും പിതാവ് സ്നേഹിക്കുന്നത് എന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. പണ്ട് സാധനങ്ങൾ തൂക്കാനായിട്ട് ഇങ്ങനെ 2 തട്ടുള്ള ത്രാസ് ഉണ്ടായിരുന്നു. ഈ ത്രാസിൻ്റെ ഒരു തട്ടിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഇരുത്തുക, ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരെയും ഒരു തട്ടിലേക്ക് ഇരുത്തുക. ഓരോരുത്തരെ ഇരുത്തിയാലും മൊത്തമായിട്ടിരുത്തിയാലും യേശുവിനെ അടുത്ത തട്ടിലിരുത്തിയാൽ ത്രാസ് തുല്യമായിട്ട് നിൽക്കും. അതിൻ്റെ അർത്ഥം യോഹന്നാൻ 17:23 അവസാനത്തെ ഭാഗത്തിൽ ഈശോ തന്നെ പറയുകയാ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഇവരെയും സ്നേഹിച്ചു എന്ന് ലോകമറിയട്ടെ. അതിൻ്റെ അർത്ഥം പിതാവിൻ്റെ കണ്ണിൽ നമ്മളും യേശുവും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്ത് പാപത്തിന് അടിമകളായി മരിച്ചപ്പോൾ പാപത്തിന് മരിച്ചവരായ നമ്മളെ സ്നേഹത്തിൻ്റെ പൂർണിമയിൽ നിന്ന് പിതാവ് വീണ്ടും ജീവൻ നൽകി തിരികെ കൊണ്ടുവരാൻ, തൻ്റെ രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന്, യോഹന്നാന്റെ സുവിശേഷം 14:6 ക്രിസ്തു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന്. ജീവൻ, പിതാവ് ജീവന്റെ ഉറവിടമായിരിക്കുന്നത് പോലെ പുത്രനെയും അവൻ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു എന്ന്. അപ്പോൾ ജീവന്റെ ഉറവിടം ക്രിസ്തു ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവനെടുത്ത് ക്രിസ്തുവിനെ പോലെ തന്നെ നമ്മളും സ്നേഹിക്കപ്പെടുന്നത് കൊണ്ട് നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ പിതാവ് കണ്ടൊരു മാർഗമായിരുന്നു നമ്മളെ രക്ഷിക്കാൻ. പുത്രനിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന്, ജീവന്റെ ഉറവിടത്തിൽ നിന്ന് ജീവനെ എടുത്ത് നമുക്ക് വീണ്ടും പുനർജീവൻ നൽകുക. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ പിതാവ് യേശുവിനെ കുരിശിൽ മരിക്കാൻ അനുവദിച്ചതിൻ്റെ രഹസ്യം. ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പിതാവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അത്. എന്നിട്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 3-ാം ദിവസം അവൻ ജീവനിലേക്ക് തിരിച്ചു വരുന്നത്. നമുക്കും ജീവൻ കിട്ടി, അവൻ ജീവനോടെ പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് മനോഹരമായ ഒരു സത്യമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു ഇത്രയധികം, പുത്രനെ സ്നേഹിച്ചതുപോലെ, ഏകജാതനായ യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് നമ്മളെയും സ്നേഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ ഉണർവും സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി, സ്നേഹം തന്നെയായി നമ്മളും രൂപാന്തരപ്പെടാൻ വഴിയാകണം ഇത്. ഈ തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. സത്യം നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അപകടത്തിലേക്ക് നീങ്ങുന്നത്. യഥാർത്ഥ സത്യം നമ്മൾ അറിയുന്നില്ല.
ഞാനാകുന്നു സത്യം എന്ന് ഈശോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സത്യം എന്താണ് എന്ന് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിന് ഈശോ ഉത്തരം കൊടുക്കുന്നില്ല. കാരണം അത് ആ സമയത്ത് തിരിച്ചറിയാനുള്ള വിവേകമൊന്നും അവനില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സത്യം വെളിപ്പെടുന്നുണ്ട്. ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. അവരുടെ എല്ലാം കണ്ണുകൾ അന്ധമാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. തിരിച്ചറിയാനുള്ള വിവേകത്തിൻ്റെ ആത്മാവ് അവരിൽ നിന്ന് വിട്ടുപോയിരുന്നു. കാരണം അവർ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ആഗ്രഹം പോലും പ്രകടിപ്പിക്കാത്തവരായിരുന്നു. അവർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആ ഗണത്തിൽപ്പെടുന്നവരാ. പലപ്പോഴും ആരെയും നമ്മൾ മാറ്റി നിർത്തണ്ട, നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സത്യത്തിന് പുറത്തു വരാതിരിക്കാൻ കഴിയുകയില്ല. ഞാനാകുന്നു സത്യം എന്ന് പറഞ്ഞവൻ ഏറ്റവും വലിയ സത്യം, അല്ലേ? ന്യായാധിപന്മാരും പുരോഹിതന്മാരും മറ്റ് പ്രമാണികളും എല്ലാവരും ചേർന്ന് ഈ സത്യത്തെ കൊണ്ടുപോയി കുഴിച്ചു മൂടി, കൊന്ന് കുഴിച്ചു മൂടിയിട്ട് വലിയ ഭാരമേറിയ കല്ലുമെടുത്തതിന് മൂടൽ വെച്ചു. എന്നിട്ട് ശക്തന്മാരായ കാവൽക്കാരെ നിർത്തി കാവലേൽപ്പിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയത്തിന് പൂർണ്ണത വന്നപ്പോൾ, മൂന്നാം ദിവസം എന്ന് പറയുന്നത് ആ സമയത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാവൽ നിന്നവരും വലിയ കല്ലുമൊക്കെ എവിടെ പോയി? സത്യം പുറത്തേക്ക് വന്നു. ഇതുപോലെ സത്യത്തിന് ഒരിക്കലും മറഞ്ഞിരിക്കാനാവില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സത്യത്തിന് മറഞ്ഞിരിക്കാനാവില്ല എന്ന് യേശു ക്രിസ്തു ജീവനുള്ള ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും മറഞ്ഞിരിക്കാനാവില്ലതിന്. രഹസ്യമായി പറയുന്നതെല്ലാം പുറമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. പിതാവ് അനുവദിച്ചത് കൊണ്ടാണ് യേശു മരിക്കാൻ ഇടയായത്. അത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു പുതിയ ഉണർവുണ്ടാകും, പുതിയ ഉന്മേഷമുണ്ടാകും. അങ്ങനെ ഈ കൊച്ചു കുഞ്ഞ് യേശുവിനെ എങ്ങനെയാണോ പിതാവ് സ്നേഹിച്ചത് എന്ന് അതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എന്ന് ഈ 10 വയസ്സുകാരനായ കുഞ്ഞ് പറയണത് കേട്ടപ്പോൾ ഞാൻ തരിച്ചു നിന്നുപോയി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഈ വചന ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ധ്യാനഗുരു ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ അത്ഭുതകരമായ ഒരു സംഭവം നടന്ന രീതിയിൽ ഞാനിങ്ങനെ ആ ധ്യാനഗുരുവിനോട് പങ്കുവയ്ക്കുകയാണ് എനിക്കുണ്ടായ ഈ അനുഭവം. ഈ കൊച്ചു കുഞ്ഞ് പറഞ്ഞ ഉത്തരം, 10 വയസ്സേ ഉള്ളൂ, ആ ചാടി എഴുന്നേറ്റിട്ട് ആ കുഞ്ഞ് പറഞ്ഞത്, എങ്ങനെയാണോ പിതാവ് ഈശോയെ സ്നേഹിച്ചത് അതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് എന്ന് ആ ഉത്തരം കേട്ടിട്ട് തരിച്ചു നിന്ന് ഞാൻ ഈ ധ്യാനഗുരുവിനോട് പറഞ്ഞപ്പോൾ ധ്യാനഗുരു പറയുകയാ മറുപടിയായിട്ട്, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിക്കുകയാ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവിഷ്ടം എന്ന വചനം അച്ഛൻ വായിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സത്യത്തിൻ്റെ പൊരുള്, ജ്ഞാനത്തിൻ്റെ പൊരുള്, നീതിയുടെ പൊരുള്, ജീവന്റെ പൊരുള് എല്ലാം കൃത്യമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നത്
ശിശുക്കളെ പോലെയുള്ള മനസ്കർക്കാണ്. ശിശുസഹജമായ മനസ്സ്, ഹൃദയം ശുദ്ധിയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന വചനം. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളെല്ലാം കിട്ടുന്നത് ശിശുക്കളെ പോലെയുള്ളവർക്കാണ് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായി ഒന്നായി ചേരാനും കഴിയണമെങ്കിൽ നമ്മൾ എന്തുമാത്രം നിഷ്കളങ്കതയോടെ, എളിമയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ കഴിയണം. ആത്മശോധന ചെയ്യാൻ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടെ നമുക്ക് തമ്പുരാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരാൻ, നിന്റെ വചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കിക്കൊണ്ട്, സത്യമെന്ത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് ആ നിത്യമായ സൗഭാഗ്യത്തിലേക്ക് സകല വിശുദ്ധരോടും മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും എന്ന് വേണ്ട നിന്റെ സർവ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് സ്വർഗത്തിൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിരന്തരം നിന്നെ സ്തുതിച്ചുകൊണ്ട് ആ നിത്യ ആനന്ദത്തിൽ വസിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി ഇനിയുള്ള ജീവിതം മുഴുവൻ ഉരിഞ്ഞു വയ്ക്കുകയും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിലൂടെ ആഴമായ ബോധ്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നമുക്ക് തേടാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കാഴ്ചവെക്കാം. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഈ സത്യം അറിയിക്കാം. തെറ്റായിട്ടുള്ള ധാരണകളെല്ലാം തിരുത്താൻ ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. തിരുസഭയുടെ പഠനങ്ങളിലൂടെ, വചനത്തിലൂടെ, മാതാപിതാക്കളിലൂടെ, ഗുരുജനങ്ങളിലൂടെ എല്ലാം ഈ സത്യത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ യാക്കോബ് ശ്ലീഹ ഉപദേശിക്കുന്നുണ്ട്, വിശ്വാസം പ്രവൃത്തിയില്ലാത്തതാണ് എങ്കിൽ അത് അതിൽ തന്നെ നിർജീവമാണ്, ജീവനില്ലാത്തതാണ്. അതുകൊണ്ട് ജീവനില്ലാത്തൊരു വിശ്വാസമല്ല, മറിച്ച് പ്രവൃത്തിയുള്ള ഒരു വിശ്വാസത്തിലൂടെ ജീവൻ പ്രാപിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, എളിയവനായ എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുവിശേഷത്തിന്റെ സഹനവീഥിയിൽ മാതൃകയായി ജീവിക്കുന്നവർ. അങ്കമാലിക്കടുത്ത് വേങ്ങൂരുള്ള മുണ്ടാടൻ വർഗീസ് ചേട്ടൻ തന്റെ ശുശ്രൂഷ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. നിത്യജീവന്റെ പാത, ഇന്ന് രാത്രി 8:30. അഭിഷേകത്തിന്റെ പുതുപുത്തൻ ഉണർവിലേക്ക് നമ്മെ നയിക്കുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ. യൂക്കറിസ്തിയ ഇന്നും തുടരുന്ന മഹാത്ഭുതമാണ്. കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും ആചരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആഘോഷം. തിരുവരങ്ങ് ചൂട്ടിൽ വെച്ചാണ് നീ ആലിംഗപത്യരായി ഇവരെ കണ്ടത്. അതൊരു കരിയാമ്പു മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ്. സഫലമീ ജീവിതം. എല്ലാ കുട്ടികൾക്കും അച്ഛൻ ആവശ്യത്തിനുള്ള പൈസയും കൊടുത്ത് അങ്ങനെയാണ് ആ കുട്ടികളെല്ലാം രക്ഷപ്പെടുത്തി പോയത്. അതൊരു വലിയ ദൈവനിമിത്തമാണ്, ദൈവാനുഗ്രഹം. പാവച്ചങ്ങാതി അല്ല, ഈ ജാനിക്ക് എപ്പോഴും സംശയം. ജാനിയുടെ ആർത്തി പിടിച്ചുള്ള പാലുകുടി കണ്ടപ്പോ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ടെൻഡർ റൈംസ്. ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഹൃദയത്തിലൊഴുക്കുന്ന ഈ പ്രോഗ്രാമുകൾ നമുക്കും ആത്മാവിലേറ്റുവാങ്ങാം.